ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എല്ലാവരും പുതിയ ആവേശത്തിലാണ്, പുതിയ ഉത്സാഹത്തിലാണ്, പുതിയ എന്താ പറയാ ചിന്തയുമായിട്ട്, വലിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മളിപ്പം മുന്നോട്ട് കുതിക്കുന്നത്. എന്തായാലും ഈ സുപ്രഭാതങ്ങളിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന മുഖങ്ങളാണ് ഇവിടെ പലരെയും കാണുന്നത്. 22 വർഷം വാടക വീട്ടിലും ജീവിതം ഇനിയില്ലെന്ന് വിധി എഴുതി വളരെ ദുഃഖത്തോടു കൂടിയിട്ട്, വളരെ സങ്കടത്തോടു കൂടിയിട്ട് ജീവിതകാലം അങ്ങനെ തള്ളി നീക്കുന്ന അവസരത്തിലാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം എന്നെ തേടി വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. ദൈവത്തിന്റെ രൂപത്തിൽ എന്നിലേക്ക് ഒരവസരമായിട്ട് ബയോട്ടോറിയം വന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പൊ നമുക്കറിയാം, ബയോട്ടോറിയം ഏറ്റെടുത്ത ആളുകളാണ് ഇതിനകത്തിരിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ സുപ്രഭാതത്തിൽ ഇതിനകത്തേക്ക് വരികയും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനും വേണ്ടി നിർബന്ധിതരായത് എന്നുള്ളതാണ്. നമ്മൾ സബ്ജക്റ്റ് തന്നെയാണ്. എന്താണ് വൈ ഡയറക്ട് സെല്ലിംഗ്? എന്തുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ്? എന്താണ് അതിന്റെ ഗുണം? എന്തിനാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളെല്ലാം എന്തിനാണ് ഡയറക്ട് സെല്ലിംഗ് തിരഞ്ഞെടുത്ത് വന്നത്? പലർക്കും പല കാര്യങ്ങളായിരിക്കും, അല്ലെ? പല ചിന്തകളായിരിക്കും ഇതിനകത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുക. കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഡയറക്ട് സെല്ലിംഗ് സെലക്ട് ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഉത്തരം? എന്തിനാണ് ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരുന്നത്? നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. വേറെ എന്തെല്ലാം ബിസിനസ് നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? പല പല ബിസിനസ്സുകളുണ്ട്. അത് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞവരുമായിരിക്കും കൂടുതൽ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകൾ. ഞാൻ ചെയ്യാത്ത ബിസിനസ് ഒന്നും ഇല്ല, മനസ്സിലായ? പലചരക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്, ഹോട്ടൽ നടത്തിയിട്ടുണ്ട്, തുണിക്കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല പല ബിസിനസ് നടത്തിയപ്പോഴും അതിനെല്ലാം അവസാനം ഉണ്ടായത് നഷ്ടം എന്നുള്ള, ഇല്ല, ആ 2 അക്ഷരമാണ് നഷ്ടം. കടബാധ്യതയിലേക്ക് നമ്മളെ നയിച്ചു എന്നല്ലാതെ വേറൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു നഷ്ടവുമില്ലാതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നും നഷ്ടപ്പെടാനില്ല ഡയറക്ട് സെല്ലിംഗിൽ, നേടാൻ മാത്രമേ ഉള്ളൂ, അല്ലെ? നഷ്ടപ്പെടുവാനില്ലൊന്നും നല്ല പാട്ട് കേട്ടില്ലേ നിങ്ങൾ? ഇവിടെ നേടാൻ മാത്രമേ ഉള്ളൂ നമുക്ക്. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണോ, ഇത് നടക്കുമോ ഇല്ലയോ, ഇല്ലേ? ഒരു കട തുടങ്ങുമ്പോൾ പോലും നിങ്ങൾ എന്താ ചിന്തിക്കുക? ഈ കട ഇന്ന സ്ഥലത്ത് നമ്മൾ തുടങ്ങിയാൽ അവിടെ നടക്കുമോ, വിജയിക്കോ ഇല്ലയോ നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ അവിടെ നടക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ അതിന്റെ ലൊക്കേഷൻ ശരിയല്ല, അവിടെ വേറെ കുറെ കടകളുണ്ട്, അതുകൊണ്ട് അവിടെ വേണ്ട, നമ്മൾ വേറെ സ്ഥലത്ത് തുടങ്ങാന്ന് പറഞ്ഞിട്ട് കട അങ്ങോട്ട് മാറും, ഇല്ലേ? എന്ത് ചെറിയ സ്ഥാപനം തുടങ്ങിയാലും നമ്മൾ 100 തവണ ചിന്തിച്ചിട്ടാണ് ആ ബിസിനസ് പ്രസ്ഥാനത്തിലേക്ക് പോവുള്ളൂ. അതുപോലെയാണ് ഇപ്പോ വരുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന സംവിധാനം ട്രഡീഷണൽ സിസ്റ്റമാണ്. ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയൊന്നും ഒരിക്കലും അതൊരു കസ്റ്റമർക്ക്, ഒരു കൺസ്യൂമർക്ക് ഡയറക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല, നമുക്കറിയാം. അതിനെല്ലാം കുറെ ചാനലുകളുണ്ട്, ഇല്ലേ? കുറേ ചാനലുകളുണ്ട്. ആ ചാനലുകളെല്ലാം കഴിഞ്ഞിട്ട് നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ, പിന്നെ അതുപോലെ സ്റ്റേറ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഇതിൽ ഏജൻസി ഉണ്ടാവും. അങ്ങനെ ഓരോരോ കഴികളിലൂടെ വന്ന് ആണ് റീറ്റെയിൽ ഷോപ്പിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത്, നമ്മളെ പോലുള്ള സാധാരണക്കാരൻ വാങ്ങുന്നത്. അതൊരു ട്രഡീഷണൽ സിസ്റ്റമാണ്. അത് നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇനി ലോകം മുഴുവൻ വരാൻ വേണ്ടി പോകുന്നതും അത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതും ചില രാജ്യങ്ങളിൽ പ്രൂവ് ചെയ്തതുമായ, വിജയിച്ചതുമായ ഒരു സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ സിസ്റ്റം ക്രമേണ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും ഇത് ആദ്യം തന്നെ ഏറ്റെടുക്കുകയും അവിടെയെല്ലാം നിയമങ്ങൾ കൊണ്ടുവരികയും മിനിസ്ട്രി കൊണ്ടുവരികയും ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനെ വീക്ഷിച്ച് അതിന്റെ നിയമവശങ്ങളെല്ലാം പരിരക്ഷിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളായിട്ട് പല രാജ്യങ്ങളിലും നിലവിലുള്ള തെളിയിക്കപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ, ഭാഗ്യം കൊണ്ട് തന്നെ പറയാം നമുക്ക്, അല്ലെ? ഇന്ത്യയിൽ അല്പം വൈകി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഇന്ന് അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഇന്ത്യയിൽ അല്പം
നിയമപരമായിട്ട് ഇതിനെ അംഗീകരിക്കാൻ അല്പം വൈകിപ്പോയി. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം തന്നെ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെയാണ് ഇതിന്റെ വില. ഇത്രയും കാലം ഇതൊരു അംഗീകരിക്കപ്പെടാത്ത ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംതിങ് റോങ്. അത് ചെയ്യുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ശരിയല്ല, എന്തോ ഒരു സംതിങ്, വേറെ പണിയൊന്നും ഇല്ലാതെ ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലുള്ളത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ആളുകൾ പല കമ്പനി ചെയ്യും, കുറച്ച് മാസം ചെയ്യുമ്പോൾ ആ കമ്പനി ഉണ്ടാവില്ല, പിന്നെ അടുത്ത കമ്പനിയിലേക്ക് പോകും. ഇപ്പൊ എന്താ പരിപാടി എന്ന് ചോദിക്കും, ഇല്ലേ? ഇങ്ങനെ സ്വയം നമ്മൾ കളിയാക്കപ്പെടുന്ന ഒരു അവസരം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. ആളുകൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നഷ്ടം ഉണ്ടാവില്ല. അതിന് പേര് വേറെ പേരാണ്, മണി ചെയിൻ എന്നാണ് പറയാം. മണി ചെയിനും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കേട്ടില്ല. ഇതിന്റെ സോഫ്റ്റ്വെയർ അവർ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കണ്ടാൽ ഒരേപോലെ ഇരിക്കും. സോഫ്റ്റ്വെയറിലൂടെയാണ് അതും ചെയ്യുന്നത്, ഇല്ലേ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡയറക്ട് സെല്ലിംഗിൽ കൂടുതൽ അതിശക്തമായ വരുമാനം കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ബൈനറി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 2 ചാനലിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം. സൺഫ്ലവർ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ലെവൽ പ്ലാനുകൾ ഉണ്ട്, സിംഗിൾ ലൈൻ ഉണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള പ്ലാനുകളുണ്ട്. അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടും ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് വിജയിക്കാൻ പറ്റുന്നതുമായ പ്ലാനാണ് ഹൈബ്രിഡ് ബൈനറി എന്ന് പറയുന്നത്. ഒരു ബൈനറിയിലൂടെ തന്നെ നിരവധി വരുമാനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഒരു ബൈനറിയിലൂടെ ഒരു വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 1-2 വരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ബൈനറിയിലൂടെ ഹൈബ്രിഡ് ഇൻകം കൊടുക്കുക, പലതരത്തിലുള്ള ഇൻകം കൊടുക്കുക. അതാണ് ബയോട്ടോറിയം ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ സിസ്റ്റത്തിന് സോഫ്റ്റ്വെയർ കണ്ടിട്ടാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് മണി ചെയിൻ ആണെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ മണി ചെയിൻ എന്ന് പറഞ്ഞാൽ പണം നിക്ഷേപിക്കുകയും ആ പണത്തിന് ഇത്ര രൂപ വെച്ച് ലാഭവിഹിതം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ്. അത് ഇല്ലീഗലാണ്, അത് ഇന്ത്യയിൽ നിരോധിച്ചതാണ്. അത് ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഭാവിയിൽ അവർക്കെല്ലാം ലീഗൽ പ്രോബ്ലം നേരിടേണ്ടി വരും. അത്രയും കർശനമായ നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അറിഞ്ഞോ അറിയാതെയോ ഇതുപോലുള്ള ഫണ്ട് നിക്ഷേപിക്കുന്ന കമ്പനികളിൽ ഒരാളും ചെന്ന് പെടരുത്. ഈസി മണിക്ക് വേണ്ടി പോയാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം നമ്മുടെ നാട്ടിൽ പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആസ്തികൾ മുഴുവൻ മരവിപ്പിക്കുന്ന ആക്ടുകൾ പോലും നമ്മുടെ ബഡ്സ് ആക്ട് എന്ന് പറയും. ബഡ്സ് ആക്ട്, ഇതുവരെ നിങ്ങൾക്കുണ്ടായ കഷ്ടപ്പെടുണ്ടാക്കിയ വീടും സ്ഥലവും മുഴുവൻ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന ഒരു നിയമമാണ് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫണ്ട് കമ്പനികൾ പണം ആളുകൾക്ക് വാങ്ങുക, നിക്ഷേപിക്കുക, ഇത്ര രൂപ തരാ എന്ന് പറയാം. അതിന് ഇവിടെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ നിയമം അനുസരിച്ച് ബാങ്കുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് ചെന്ന് പെടരുത് എന്നാണ് ഞാൻ ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ചിലത് ഇപ്പോഴും പലതും പല രീതിയിലും നടക്കുന്നുണ്ട്. ഇവിടെ ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ നടക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി ഒറിജിനലായിട്ട് നിങ്ങൾക്ക് വാങ്ങാം, അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലേ? ആ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിങ്ങൾക്ക് വാങ്ങി സൂക്ഷിക്കാം, വില കൂടുമ്പോൾ വിൽക്കാം, വില കുറഞ്ഞാൽ നഷ്ടവും സംഭവിക്കും. അത് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ട്. 30% ടാക്സ് അതിന് കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ക്രിപ്റ്റോ കറൻസി ആളുകളിലൂടെ റഫറൽ മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവരുന്ന സംവിധാനം ഇല്ലീഗലാണ്. അതിലൊന്നും ചെന്ന് പെടരുത് എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, ബഹുമാനത്തിന്റെ ഭാഷയിൽ ഈ സുപ്രഭാതത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്? ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നം, ഇല്ലേ, നമ്മളിലൂടെ അത് വാങ്ങി ഉപയോഗിച്ച കസ്റ്റമേഴ്സ് ഇത് ബെസ്റ്റ് ആണ്, ഇത് നല്ലതാണ് എന്ന് നമ്മുടെ ബന്ധുക്കളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ പരിചയക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും അങ്ങനെ അവർക്കത് ഇഷ്ടപ്പെടുമ്പോൾ അവർ വാങ്ങി ഉപയോഗിക്കുകയും അവർ വീണ്ടും അടുത്ത അവരുടെ സുഹൃത്തുക്കളിലേക്ക്, ബന്ധുക്കളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു റെഫറൽ സിസ്റ്റമാണ് ഡയറക്ട് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റിടത്ത് പ്രൊഡക്റ്റ് ഇല്ല മണി ചെയിനിൽ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. ആ പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം? അതാണ് ഏറ്റവും പ്രത്യേകത. ആ പ്രൊഡക്റ്റ് ജെന്യൂൻ ആയിരിക്കണം, യുണീക്ക് പ്രൊഡക്റ്റ് ആയിരിക്കണം. അത് മാർക്കറ്റിൽ ചന്തയിലെല്ലാം കിട്ടുന്ന പ്രൊഡക്റ്റ് ആവരുത്. പ്രധാന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൺ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. മറ്റുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത് കുറച്ചെല്ലാം ഉപയോഗിക്കാം, എന്നാലും സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ആ കമ്പനിക്ക് ഉണ്ടാകണം. ഓൺ പ്രൊഡക്റ്റ് ഉണ്ടാവണം, യുണീക്ക് പ്രൊഡക്റ്റ് ഉണ്ടാകണം. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അത്ര സുലഭമല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കണം. അത് ഉപയോഗിച്ചാൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം. അതിന് റീസണബിൾ റേറ്റ് ആയിരിക്കണം. അമിതമായ വില ഈടാക്കാൻ വേണ്ടി പാടില്ല. റീസണബിൾ റേറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു കൺസ്യൂമർ അത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ
അവർക്കത് ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഗുണം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അത് അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്യും. ഇങ്ങനെ സത്യസന്ധമായ ഒരു പരസ്യം, ഇവിടെ പരസ്യക്കാരില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ചാനലുകാരില്ല, സെലിബ്രിറ്റീസ് ഇല്ല, ഒന്നുമില്ല. അവർക്കെല്ലാം കൊടുക്കുന്ന ട്രഡീഷണൽ, എല്ലാവർക്കും ഇത് അറിയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു മോർ ദാൻ 60% അല്ലെ, 60% കൂടുതൽ അവരാണ് കൊണ്ടുപോകുന്നത്. അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു ലാഭവിഹിതമാണ് നമ്മളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. അവർക്ക് ചാനലുകാർക്കും സെലിബ്രിറ്റീസിനും അതിന്റെ മുൻനിരക്കാർക്കും കിട്ടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വരും. അതുകൊണ്ടാണ് അവരെപ്പോഴും കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ. ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, CNF ഏജന്റുമാര്, ഇതിന്റെ ഹോൾസെയിൽ ഏജന്റുമാര് ഇല്ലേ, ചാനലുകാര്, സെലിബ്രിറ്റീസുകാരൊക്കെ വലിയ കോടീശ്വരന്മാരായിക്കൊണ്ടേയിരിക്കും. നമ്മളെ പോലുള്ള സാധാരണക്കാരൻ എപ്പോഴുും ഒരു കൺസ്യൂമർ ആയിട്ട് ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പണിയെടുക്കുക, സാധനങ്ങൾ വാങ്ങുക, ഉപയോഗിക്കുക, വീണ്ടും പണിയെടുക്കുക, സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ഈ ഒരു പണിക്കാരന്റെ ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു മെച്ചവും നമുക്ക് സാധാരണ ട്രഡീഷണൽ ബിസിനസ്സിൽ ഉണ്ടാവില്ല. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി ചെയ്യുന്ന കാര്യം ഇല്ലേ, ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ ആയാലും അല്ലെങ്കിൽ ആരായാലും ആയിക്കോട്ടെ, മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ഏത് നടനോ നടിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ആ സെലിബ്രിറ്റീസ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഇപ്പോ ആര് ചെയ്യേണ്ടത്? നമ്മളിവിടെ ചെയ്യേണ്ടത്. നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ ഓരോരുത്തരുന്നതാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന കാശ് നമുക്കറിയാം. ഒരു പരസ്യത്തിൽ 2 മിനിറ്റൊക്കെ അഭിനയിച്ചാൽ കോടിക്കണക്കിന് രൂപ മേടിക്കുന്ന ഇല്ലേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ. ഷാരൂഖ് ഖാൻ ആയാലും അമിതാഭ് ബച്ചൻ ആയാലും ആരായാലും XY. ആ രീതിയിലേക്കുള്ള ബ്രാൻഡ് അംബാസഡർമാരാണ്, സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം ഇവിടെ ലീഗലായിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു, ഞാൻ പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ അംഗീകരിച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രൂവൺ ഇൻഡസ്ട്രിയാണ്. ലോക രാജ്യങ്ങളിൽ, നിരവധി രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ കോടാനുകോടികൾ സമ്പാദിച്ച, കോടികളൊന്നും അല്ല ഇവിടെ സമ്പാദിച്ച ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാം, നമ്മൾ കുട്ടിക്കാലത്തായാലും അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ കുട്ടികളെ ആയാലും നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. കുട്ടികളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം. വിദ്യാഭ്യാസം ഉണ്ടായാലേ ഈ ലോകത്ത് എന്ത് നേടാൻ വേണ്ടി സാധിക്കുള്ളൂ. അറിവ് വളരെ പ്രധാനമാണ്. അറിവ് മാത്രം പോരാ, അറിവിന്റെ ഒപ്പം എന്ത് വേണം? ആക്ഷനും കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. നോളജ് പ്ലസ് ആക്ഷൻ ആണ് സക്സസ് എന്ന് പറയുന്നത്. വെറും നോളജ് ഉണ്ടായിട്ട് ആക്ഷൻ എന്തെങ്കിലും സക്സസിലേക്ക് എത്തില്ല. നോളജ് ഇല്ലാതെ വെറും ആക്ഷൻ ഉണ്ടായാലും സക്സസിൽ എത്തില്ല. മനസ്സിലായില്ലേ? രണ്ടും കൂടി ചേരണം. നോളജ് ഉണ്ടാവണം ഇല്ലേ, പ്ലസ് ആക്ഷൻ ഉണ്ടാവണം. നോളജ് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു സക്സസ്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോ കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഇപ്പൊ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? ജോലി എന്നുള്ള അല്ലേ. ഇന്ന കാര്യങ്ങൾ പഠിച്ച ഇന്ന ജോലി നിനക്ക് നേടാം. +2 കഴിഞ്ഞാൽ നിനക്ക് ജോലിയിലേക്കാണ് അവരെ നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോകും. ഇന്ന് പഠിച്ചാൽ നിനക്ക് ഇന്ന ജോലി കിട്ടും, അതിന് പോകണ്ട, ഇന്ന് പഠിച്ചോളൂ, അപ്പൊ ഇന്ന് ജോലി കിട്ടും. അപ്പൊ ഒരു ജോലിയുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കുട്ടികളിലേക്ക് നമ്മൾ ഇന്ന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. അതാണ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. എന്താണോ ഇൻപുട്ട് അതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരിക എന്നുള്ളത്. ഒരു ജോലിയുടെ സോഫ്റ്റ്വെയർ നമ്മൾ കുട്ടികളിലേക്ക്, തലമുറകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോലിയിലേക്ക് ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ജോലി എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ട് സോൺ ആണെന്നുള്ളതാണ്. മാസം തോറും ഒരു ശമ്പളം കിട്ടും അല്ലെ, സേഫ് ആണ്, റിസ്ക് ഇല്ല. അതാണ് ജോലി തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ജോലി ഏതായിരിക്കും? ഗവൺമെന്റ് ജോലിയാണ് അല്ലെ. ഗവൺമെന്റ് ജോലിയാകുമ്പോൾ ഒന്നും കൂടി സെക്യൂർ ആണ്. എല്ലാ മാസവും ഇല്ലേ എണ്ണിച്ചുട്ട അപ്പം എന്നൊക്കെ പറയും നമ്മൾ. എണ്ണിച്ചുട്ട അപ്പമാണെങ്കിൽ പോലും, ഗ്രാമീണ ഭാഷയിൽ പറയാണ് അല്ലേ ഭാസ്കര മാഷെ, എണ്ണിച്ചുട്ട അപ്പമാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ ഒരു പെൻഷൻ സ്കീം ഉണ്ടാവും അല്ലെ, പ്രായമാകുമ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഗവൺമെന്റ് ജോലി, ഒരു ഗവൺമെന്റ് ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം സേഫ് ആയി എന്ന് പറയുന്ന ഒരു സമൂഹമാണ് പൊതുവേ ഉള്ളത് അല്ലെ. ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ജോലിയൊക്കെ വിട്ടിട്ട് കുട്ടികൾ വിദേശങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. പല രാജ്യങ്ങളിൽ UK, USA, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ വിദേശ രാജ്യങ്ങൾ. ആദ്യം ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു നമ്മുടെ പോക്കുണ്ടായിരുന്നെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഇന്ന് ആളുകൾ മാറിയിട്ട് അല്ലെ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടി തുടങ്ങിയിരുന്നു. എന്തായാലും നമ്മുടെ ആ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ജോലിയുടെ സോഫ്റ്റ്വെയർ ആണ്.